ആര്? എന്റെ പൊന്ന് ബേബിച്ച, നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ടാണ് നിൽക്കണത്. ചാന്ദിനി ഇവിടെ. സർപ്രൈസ്? അയ്യോ, എല്ലാരും സർപ്രൈസ് എന്റെ ദൈവമേ, അമൃതേ, എന്തോ ഞാൻ വളരെ സസ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാ വന്നേക്കണത്. ദൈവമേ. സമ്മാനായിട്ടാ വന്നേക്കണത്. ബേബി സാറേ, ആ, ഇത് ഭയങ്കര ഞങ്ങളെല്ലാരും അല്ലേ? ഒന്ന് പറ ബേബി സാറേ, എന്താണ് സർപ്രൈസ്? ഞാനൊരു വാഹനം വാങ്ങിച്ചു. കുറെ നാളായി ഞാൻ ഇവന്റെ അടുത്ത് പറയണ എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന്. അത് മേടിച്ചാ പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ അതല്ല, എനിക്കറിയാം ഏതാന്ന്. ഇലക്ട്രിക് സ്കൂട്ടർ അല്ല, ലേറ്റസ്റ്റ് മോഡൽ കാറ് അല്ല, അതുമല്ല. ഇത് മേളി കൂടി പോണ വാഹനം. എനിക്ക് മനസ്സിലായി വാങ്ങിച്ചത്. വാങ്ങിച്ച്. ഓ, എന്റെ പൊന്ന് രമേശ് ചേട്ടാ, എന്താന്നറിയോ? എന്താ? മെട്രോ ട്രെയിന്. മെട്രോ അല്ലാതെ പിന്നെ മേളിൽ കൂടെ പോണ സാധനം പാണ്ടി ലോറി നമ്മുടെ നെഞ്ചത്തെ കൂടെ കയറി പോണായാലും. അതാണോ? പക്ഷെ അതല്ല, പിന്നെ ഹെലികോപ്റ്റർ. ഏയ്, ശ്ശേ. എന്തായി പറയുന്നത്? ഹെലികോപ്റ്റർ ഒക്കെ അങ്ങനെ മേടിക്കാൻ പറ്റുമോ? പിന്നെ ആണോ? ഹെലികോപ്റ്റർ മേടിക്കാലോ. അല്ല, മേടിക്കാന്നറിയാം. ബേബി സാർ അത് മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചത്. അതാ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കാറ് ഇഷ്ടം പോലെ വീട്ടിൽ കിടപ്പുണ്ട്. നേരായിരുന്നു കൊറേ വില കൂടിയ കാറുകൾ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അമ്മിച്ചി വന്നേക്കണല്ലേ. ഇപ്പൊ അമ്മിച്ചി പെട്ടെന്ന് ഒരു നെഞ്ചുവനൊന്ന് ചാകാൻ പോണം. അല്ലെങ്കിൽ അമ്മിച്ചി പുറത്തോട്ടിറക്കുമ്പോ തലയിലൊരു തേങ്ങ വീണു. അല്ലെങ്കിൽ റോഡിൽ കൂടി പോകുമ്പോ ഒരു കാർ ഇടിക്കാൻ പോകും. നീ മേടിച്ചത് ഹെലികോപ്റ്റർ ആണോ അത് ആംബുലൻസ് ആണോ? അതല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു അത്യാവശ്യത്തിന് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണം, പ്രസവവേദന. അപ്പൊ നമ്മൾ ഈ കാർ ഓടിച്ച് ഈ ഗട്ടറിൽ ചാടി അവിടെ നിന്ന് ബ്ലോക്കിൽ ചെന്ന് ബ്ലോക്കിൽ കിടന്ന് പ്രസവിക്കേണ്ടി വരും. അപ്പൊ ബ്ലോക്കിൽ നിന്ന് പേരിടാൻ കൊച്ചിന്. അല്ല, നമുക്കപ്പൊ എന്ത് ചെയ്യണം വെച്ചാ, ഇവള് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ കയറ്റി കഴിഞ്ഞാല് ഇവിടെ നിന്ന് എടുക്കുക, പറക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇറക്കുക, പ്രസവിക്കുക, കൊച്ചിനെ ഇങ്ങനെ മേടിക്കുക, ഹെലികോപ്റ്റർ തിരിച്ചു വരിക. ഞാൻ പറന്ന് പ്രസവിക്കും. ഈ പറക്കടി സാറേ, മേഡത്തിന് പൊങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തല ഇറങ്ങൂട്ടാ. പറ്റൂല. ആണോ? അയ്യോ, അത് കുഴപ്പമില്ല. കൊഴപ്പില്ല, ഞാൻ കൂടെ പോയാ മതി. അല്ല, ഒരു മിനിറ്റ് ബേബിച്ചായ, ഇതിന് മാത്രമുള്ള പൈസ നമുക്കിപ്പോ എവിടെ നിന്ന് വന്ന്? ഞാൻ എന്റെ ബ്ലാക്ക് മണി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. KSF ഹാർമണി ചിട്ടി. അത് മാത്രമല്ല, ആദ്യത്തെ 100 പേർക്ക് സിംഗപ്പൂരേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. എടാ ബേബി, നീ ഇപ്പൊ പറന്ന് നടക്കാൻ പോവാണല്ലോ. നിന്റെ അപ്പനും ഇതുപോലെ തന്നെയാ, ഭയങ്കര പറക്കലുകാരനായിരുന്നു. കല്യാണം കഴിഞ്ഞ 3-ന്റെ അന്ന് ഞാൻ ഒരൊറ്റ പറപ്പീര് കൊടുത്തതാ. ഇപ്പൊ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആള്. ബേബി സാറേ, ബേബി സാറേ, ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. അതെവിടെ കയറ്റിയിടണം? നീ ഒരു കാര്യം ചെയ്യ്, നീ അത് അടുക്കള പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്. ഞാൻ അതിനകത്ത് കയറി ചാള വെട്ടുമ്പോ അപ്പുറത്തുള്ള അന്നാമ്മയും സൂസമ്മയൊക്കെ ഒന്ന് കാണട്ടെ. കെട്ടിയിടാനല്ല, അതെവിടെ കയറ്റിയിടുമെന്നാ ചോദിച്ചത്. കാർ ഷെട്ടി കെട്ടിയിടാ. അയ്യോ, കാർ ഷെട്ടി കയറ്റിയിടാൻ പറ്റില്ല. നമ്മുടെ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല, അത് എച്ചിലേ ഇടാൻ പറ്റുള്ളൂ. അയ്യോ, അതെന്ത് പറച്ചിലാണ്? ഇത്രയും വില കൂടിയ വണ്ടി മേടിച്ചിട്ട് എച്ചിലിടാനോ? പറഞ്ഞു കൊടുത്ത സാറേ, എച്ചിലല്ലേ, എച്ച് ഇങ്ങനെ എച്ച്. മറ്റേ കാറ് പീലിടണം. എന്റെ സാറേ, അടുത്ത ഞായറാഴ്ച എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയുടെ മോക്കടെ കല്യാണമാണ്. ഞാനൊന്ന് ഹെലികോപ്റ്റർ എടുക്കും. നീ അങ്ങനെ കൊണ്ടുപോകണ്ട. നീ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതിന്റെ വാടകയൊന്നും കൊണ്ട് നീ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കണ സമയത്തുണ്ടല്ല, 1000 രൂപയ്ക്ക് തികച്ചടിക്കൂല അവൻ.